വെറും 24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ. ആ കുടുംബത്തിന്റെ എല്ലാമായിരുന്നു അവൻ. വിവാഹിതനും ഒരു പിഞ്ചു കുഞ്ഞിന്റെ പിതാവ് കൂടിയായിരുന്നു സുധീഷ. സുധീഷിന്റെ ഭാര്യ അവരുടെ പ്രിയപ്പെട്ട കൺമണിക്ക് ജന്മം നൽകിയിട്ട് വെറും 18 ദിവസം മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. തന്റെ കുഞ്ഞു പിറന്നതോടെ എന്തെന്നില്ലാത്ത സന്തോഷത്തിലുമായിരുന്നു ആ ചെറുപ്പക്കാരൻ. എന്നാൽ വെറും 2 ദിവസത്തിനുള്ളിൽ എല്ലാ സന്തോഷങ്ങളും ആ വീട്ടിൽ ഇല്ലാതായി. ജോലി കഴിഞ്ഞ് സ്വന്തം വീട്ടിലേക്കുള്ള യാത്രക്കിടയിലായിരുന്നു ആ ചെറുപ്പക്കാരനെ ഒരു വാഹനാപകടത്തിന്റെ രൂപത്തിലെത്തി മരണം കവർന്നെടുക്കുന്നത്. റോഡിൽ തലയടിച്ച് വീണ് ചോര വാർന്നു കിടക്കുമ്പോഴും ആ ചെറുപ്പക്കാരൻ ഒരുപക്ഷെ അവസാന നിമിഷവും ഓർത്തിട്ടുണ്ടാവുക തന്റെ പിഞ്ചു കുഞ്ഞിന്റെ മുഖമായിരിക്കും. മരണവേദനയേക്കാൾ ആ സമയം അയാളെ അലട്ടിയിട്ടുണ്ടാവുക തന്റെ പിഞ്ചോമനയ്ക്ക് ഇനി അച്ഛനില്ലല്ലോ എന്ന വേദനയായിരിക്കും. എന്നാൽ അച്ഛൻ മരണപ്പെട്ട് വെറും 2 ദിവസങ്ങൾക്ക് ശേഷം അച്ഛന്റെ അടുത്തേക്ക് തന്നെ ആ 18 ദിവസം പ്രായമുള്ള പിഞ്ചു കുഞ്ഞും യാത്രയായിരിക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ടവൻ പോയ വേദനയിൽ നീറിക്കഴിയുകയായിരുന്നു സുധീഷിന്റെ ഭാര്യ മനുരാധ. എന്നാൽ ഇപ്പോൾ ആ വേദനയെ ഇരട്ടിപ്പിച്ചുകൊണ്ടാണ് വിധി മനുരാധയെ വീണ്ടും വേട്ടയാടിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു തൃശൂർ കുന്നംകുളം അക്കിക്കാവിൽ കണ്ടെയ്നർ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് വെള്ളറക്കാട് സ്വദേശിയായ സുധീഷ് മരണപ്പെടുന്നത്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ പുലർച്ചയോടുകൂടിയാണ് അപകടം സംഭവിക്കുന്നത്. നിയന്ത്രണം വിട്ടെത്തിയ ലോറി സുധീഷിനെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം നിർത്താതെ സംഭവസ്ഥലത്തു നിന്നും കടന്നുകളയുകയായിരുന്നു. തുടർന്ന് അതിലെ വന്ന മറ്റൊരു ബൈക്ക് യാത്രികനാണ് ലോറിയെ പിന്തുടർന്ന് തടഞ്ഞു നിർത്തുകയും ഡ്രൈവറെ പിടികൂടുകയും ചെയ്യുന്നത്. സുധീഷിന്റെ മരണാനന്തര ചടങ്ങുകളുടെ ഭാഗമായി അസ്ഥിപെറുക്കൽ ചടങ്ങായിരുന്നു ഇന്ന് നടക്കേണ്ടിയിരുന്നത്. ഇന്നലെ രാത്രി പാൽ കൊടുത്ത ശേഷം കുഞ്ഞിനെ തൊട്ടിലിൽ ഉറക്കിക്കിടത്തിയതായിരുന്നു. എന്നാൽ ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയാണ് തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിന്റെ മൂക്കിൽ നിന്നും രക്തവും വായിൽ നിന്നും നുരയും പതയും വന്ന് മരവിച്ച നിലയിൽ ബന്ധുക്കൾ കാണുന്നത്. തുടർന്ന് ഉടൻ തന്നെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത എരുമപ്പെട്ടി പോലീസ് കുഞ്ഞിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പാൽ തൊണ്ടയിൽ കുടുങ്ങിയതാകാം മരണകാരണമെന്നാണ് ഇപ്പോൾ പ്രാഥമികമായ നിഗമനം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ സംഭവത്തിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ എന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. വെറും 2 ദിവസത്തിനുള്ളിൽ തന്റെ ജീവനായിരുന്ന ഭർത്താവിനെയും നൊന്തു പ്രസവിച്ച പൊന്നോമനെയും നഷ്ടപ്പെട്ട ആ പെൺകുട്ടിയുടെ വേദന ഓർക്കാൻ പോലും കഴിയുന്നില്ല. എന്തു പറഞ്ഞാണ് അവരെ ആശ്വസിപ്പിക്കുക? എന്തായാലും ആ പെൺകുട്ടിയുടെയും കുടുംബത്തിന്റെയും മുഴുവൻ പ്രതീക്ഷകളെയും തകർത്തുകളഞ്ഞ ഇരട്ട വിയോഗം ആ നാടിനെ ആകെ നടുക്കിയിരിക്കുകയാണ്.